കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ ബാലന്റെ പിശുക്കത്തരെല്ലാം കണ്ട് സമനില തെറ്റുവാണ് മീനാക്ഷിയുടെ. ഇത്രയും ദിവസം മീനാക്ഷി സഹിച്ചു, പക്ഷേങ്കിൽ ഇനി മീനാക്ഷിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അവസാനം ബാലനൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ബാലൻ 2500 രൂപ ഒരു മുറിക്ക് കൊടുത്ത് 3 റൂം എടുക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെ അടിച്ചു പൊളിക്കാന്ന് കരുതി ആകാശം മീനാക്ഷി ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അനുശ്രീ വരുവാണ്. അനുശ്രീ വന്നിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിയും കൂടെ പോകുന്നില്ല. ആകെപ്പാടെ സങ്കടമായിപ്പോയി മീനാക്ഷിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി ഇതുവരെയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നും ജീവിച്ചിട്ടില്ല. അതിനാണെങ്കിൽ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴോ അനുശ്രീ കയറി മുറിയിലും ഇരിക്കുക. ഈ സമയം മീനാക്ഷി അതെ ആകാശം, ഒരു കാര്യം ഞാൻ പറയാം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വിട്ടാരെ, ഞാൻ എങ്ങനെയായാലും പൊക്കോളാം, ബസ് കയറിയാലും പൊക്കോളാം, എനിക്ക് വയ്യാന്ന് പറയാം. അവിടെ എന്തിനാ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നേ? ഇത് ഹണിമൂൺ ട്രിപ്പ് വന്നാണോ അതോ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ വെറുതെ ചുറ്റിക്കറങ്ങി കാണാനായിട്ട് വന്നാണോ? ഇതിപ്പോ എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി ടൂർ പോലെയാ തോന്നുന്നത്. ഫാമിലി ടൂർ ഒന്നും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഭാര്യയ്ക്കും ഭർത്താവിനും കിടക്കാനായിട്ട് ഒരു മുറി ഉണ്ടാവും. ഇവിടെ അത് പോലും ഇല്ല. എന്താ ആകാശം ഇങ്ങനെയെന്ന് ചോദിക്കാം. അല്ല പിന്നെ അത് അനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും, കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും. ആകാശനല്ലേലും ഇതെല്ലാം ഒരു തമാശ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്നെങ്കിലും നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായി ഇതുവരെയായിട്ട് ഒന്നിച്ചു കഴിഞ്ഞിട്ടില്ല. ആകാശന് ഇങ്ങനെ ഒരു തോന്നലില്ലേ? ഇനി ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഒന്നിച്ച് കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാവുമോ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. എന്തൊക്കെ പ്രതീക്ഷകളായിട്ട് ആകാശം ഞാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നറിയാവോ? ഒരു നിമിഷം കൊണ്ടെല്ലാം തല്ലിക്കെടുത്തി കളയുന്നേ. കാരണം എനിക്കറിയാം, ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം നേരെയാകുന്ന ഓരോ ദിവസം കരുതിയിരിക്കുന്നവർ ഓരോ ദിവസം പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നല്ലാതെ ഒന്നും ശരിയായി കാണുന്നില്ല. ആകാശനോ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. ഇങ്ങനെ പോയാൽ നമ്മൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും ആകാശേ? കുറച്ചൊക്കെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണ്ടേ? അച്ഛനെ ബഹുമാനിക്കണ്ട, അങ്ങനെയൊന്നും അല്ല പറയണ്ടേ. അച്ഛൻ പറയുന്ന അനുസരിക്കണ്ടെന്നും പറയുന്നില്ല. വേണ്ടുന്ന കാര്യത്തിനൊക്കെ വേണം, അല്ലാതെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ പിശുക്കത്തരം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാണം കിടുന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അച്ഛനെ പേടിച്ചൊക്കെ ഇരിക്കണം. അതൊക്കെ ഒരു പരിധി വരെ മാത്രമാണ്. ആരിനെ കണ്ടുപിടിക്കുക, ആരിനെ അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടോ. സ്വന്തം കാര്യം എന്നല്ല, ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആരെയും അപ്പൊ കയറി ഇടപെടും. അങ്ങനെ തൻ്റെ ഇടത്തോടെ ഒന്ന് കാര്യങ്ങൾ പറയാൻ പഠിക്കണം. അതിപ്പോൾ അച്ഛനാളും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഇതൊന്നും വേണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ആകാശിന് സങ്കടം വന്നു. ഇപ്പൊ മീനുവിന് തോന്നുന്നുണ്ടോ എന്നെ പ്രണയിക്കണ്ടായിരുന്നു, ഈ കൂടെ വരണ്ടായിരുന്നു. സത്യം ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു, ആ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെയാന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രണയിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു. അതെ മീനു, നീ എന്നോട് ഒന്ന് ക്ഷമിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അവ പോവും. അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് പുറത്ത് പോകാന്ന് പറയണം. പുറത്ത് മിണ്ടാതിരുന്നു. ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് വേണം. ഇനിയിപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിക്കും എങ്ങോട്ടാ പോയത്, എവിടെയാ, എന്താണെന്നും പറഞ്ഞുകൊണ്ട് അത് കേൾക്കുമ്പോഴത്തേനും ആകാശ് ഇങ്ങോട്ട് ഓടിപ്പോയിരുന്നു പറയാം. ആകാശ് മീനിന്റെ കയ്യാലൊക്കെ പിടിച്ചിട്ടുണ്ട്. മീനു സോറി കേട്ടോ, അത് പറഞ്ഞല്ലോ, 2 ദിവസം കൂടെ നമുക്കുണ്ടല്ലോ, നമുക്ക് അടിച്ചു പൊളിക്കുവാന്നേ. കുറച്ച് കഴിയുമ്പോൾ അനുശ്രീ അവളുടെ മുറിയിലേക്ക് പൊക്കോളും, അമ്മയുടെ അരിയിലേക്ക് പൊക്കോളും എന്ന് പറയാം. അങ്ങനെ ഒരു വിധത്തില് മീനാക്ഷിനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം ആരിനെ ഫോൺ വിളിക്കുവാണ്. ധർമ്മൻ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടാ കാര്യങ്ങൾ, എവിടെ എത്തി? കൊടൈക്കനാലൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടോന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു, പിന്നെ കണ്ടോന്നോ, ഞങ്ങൾ ഇവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ടു. ഒരു 8-9 മണിക്കൂർ ഇവിടെ കറക്കമായിരുന്നു പറയാണ്. 8-9 മണിക്കൂറോ? ഓഹോ, അത് കൊള്ളാലോ. എന്തിനാന്നറിയാവോ? റഹിമിക്കാനെ തപ്പി നടന്നാന്ന് പറയാ. റഹിമിക്കാനെ അച്ഛനൊരു ഹോട്ടലിൽ മുറിയെടുക്കാനായിട്ട് തപ്പി നടന്ന ഈ 9 മണിക്കൂർ. ആ അടിച്ച ഡീസലിന് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ 5 റൂം ഒരുമിച്ചെടുക്കാമെന്ന് പറയാം. അല്ല എന്ത് പറ്റി? പിന്നീട് അവിടെ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആര്യം പറയാണ്. ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, എൻ്റെ പൊന്നാര്യ, അളിയൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നീ വേണം. ആ ആകാശ് മീനാക്ഷി ഇതിനകത്ത് പെട്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഈ കണക്കിനാണെങ്കിൽ ടൂറ് പോകണ്ടായിരുന്നു. ഇപ്പം അവർക്ക് തോന്നിക്കാണുമായിരിക്കും വേണ്ടായിരുന്നു, ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ അതിനേക്കാൾ സ്വാതന്ത്ര്യം കിട്ടിയാനും. ഇപ്പോഴാണ്ടേ എന്ത് ചെയ്യാനാ, അച്ഛൻ്റെ സ്വഭാവം അറിയത്തില്ലേ. ഒരു വിധത്തിൽ ഞാൻ അമ്മേനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് വേറെ മുറികളൊക്കെ എടുപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. അത് കേട്ടപ്പോഴേ ധർമ്മനൊരു ആശ്വാസം വന്നേ. അതെ മാക്സിമം അടിച്ചു പൊളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയാം. അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇവിടുത്തെ കാര്യങ്ങളോ? ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നോ നല്ലത്. ഞാനും ആനന്ദം കൂടെ അവിടെ അടിച്ചു പൊളിക്കുമല്ലേ, ഞങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമല്ലേ എന്ന് പറയാം. കൊള്ളാം കൊള്ളാം, മനസ്സിലായി. ദുഷ്ടന്മാരവിടെ ആഘോഷിക്കാൻ പറയാണ്. ഈ സമയത്ത് ഞാനും കൂടെ അവിടെ വേണ്ടായിരുന്നു പറയാം. പിന്നെ നീ അവിടെ അടിച്ചു പൊളിക്കണം മോനെ എന്ന് പറയാം. പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ധർമ്മനോട് അനന്തി ചോദിച്ചു എന്താ കാര്യങ്ങൾ, എന്താ അവൻ പറഞ്ഞെന്ന് ചോദിക്കണം. പിന്നെ അവൻ ആകപ്പാടെ പെട്ടിരിക്കുക, അവൻ എങ്ങനെയാലും ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി എന്നുള്ളൂ എന്ന് പറയണം. അതൊക്കെ വെറുതെ തോന്നല്ലേ, അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ. അച്ഛൻ ഇച്ചിരി പിശുക്കത്തരം കാണിക്കുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അളിയൻ പിശുക്കത്തരം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല.
സ്കൂൾ ജീവിതമല്ലേ പിള്ളേർ, അങ്ങോട്ട് നടക്കരുത് ഇങ്ങോട്ട് നടക്കരുത്, അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുമോ? ഒരു പരിധിയൊക്കെ അനുസരിക്കുവാണെന്തേ, പിന്നെ എല്ലാവരും ഇട്ടെറിഞ്ഞിട്ടൊരു പോക്ക് അങ്ങോട്ട് പോകത്തുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആനന്ദ് ചിരിക്കുക. പിന്നീട് വൈകുന്നേരം എല്ലാവർക്കും ഫുഡ് കഴിക്കണം. ഫുഡ് വിശന്നിട്ട് കണ്ണ് കാണത്തില്ല, കൊണ്ടുവന്ന ഫുഡൊക്കെ തീർന്നു. മീനാക്ഷിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല. മീനാക്ഷി ഒന്ന് ആകാശിനോട് പറഞ്ഞു, അതെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ആകാശേ, ഒരു രക്ഷയില്ലെന്ന് പറയണം. ആകാശ് പറഞ്ഞു, അച്ഛനോട് എന്ന് പറയാം. അച്ഛനോട് എന്ന് പറയാനോ? എനിക്ക് വിശക്കുന്നുണ്ട്, അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ല മീനു, എല്ലാവർക്കും കൂടെ പുറത്തു പോയി ഫുഡ് കഴിക്കാം, ഞാൻ അച്ഛനോടൊന്ന് പറയട്ടെ എന്നും പറഞ്ഞങ്ങ് ചെല്ലുവാണ്. അങ്ങനെ ബാലിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ അച്ഛാ വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും. മീനു നോക്കിയാൽ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയെന്ന് പറയാം. അങ്ങനെയാണോ? പിന്നീട് അനുസരി എല്ലാവരെയും കൂടെ വിളിക്കുവാണ്. എല്ലാവരും വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചു, അതെ എവിടെ പോകണ്ട, എന്താ കഴിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, ഇവിടെ അടുത്ത് നല്ല ഹോട്ടലുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ പോയി കഴിക്കാമെന്ന് പറയണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയ വലിയ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെറുതെ വയറ് തേടാക്കണ്ട, നല്ല സാധനങ്ങൾ മാത്രം ഓർഡർ ചെയ്ത് കഴിച്ചാൽ മതി. പറഞ്ഞു കേട്ടല്ലോ. ആര്യൻ്റെ പ്രതീക്ഷകൾ അതിനും താർന്നു. പുറത്തിറങ്ങി കഴിയുമ്പോഴെങ്കിലും നല്ല ഫുഡ് കഴിക്കാമെന്ന് ഓർത്തിരുന്ന വെറൈറ്റി ഫുഡൊക്കെ, ആ ഒരു പ്രതീക്ഷ ഞാൻ പോയി. അച്ഛൻ്റെ കൂടെ അല്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടെ ഒരുങ്ങി പോവാണ്. മീനാക്ഷിയൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ ആയിരുന്നു, ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാലോ. അങ്ങനെയൊക്കെ ചെന്ന് വലിയ ഹോട്ടലിലേക്ക് കയറി കഴിഞ്ഞ് വെയിറ്റ് വന്നിട്ട് എന്താ കഴിക്കാൻ വേണ്ടിയെന്ന് ചോദിക്കണം. കുറേ സാധനങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ മീനാക്ഷി എന്ത് ചെയ്യണം, തനിക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്തു. ഇത് കേട്ടതും ബാലൻ പറഞ്ഞേ അതൊന്നും വേണ്ട, അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് കേടാവെന്ന് പറയാം. മീനാക്ഷിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി, ഇഷ്ടമുള്ള ഫുഡ് പോലും ഓർഡർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അനുശ്രീയോടൊക്കെ ചോദിച്ചു. ബാലൻ പറഞ്ഞു, അതെ ആരോടും അതിനെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, ചപ്പാത്തി ഉണ്ടോ എന്ന് ചോദിക്കണം. ചപ്പാത്തി ഉണ്ട്, എല്ലാവർക്കും ചപ്പാത്തിയും കറിയും എടുത്താൽ മതി എന്ന് പറയാം. ആര്യം പറഞ്ഞു, ഇതിനേക്കാളും ഭേദം ആ വീട്ടിലിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ 2 ബ്രെഡെങ്കിലും വാങ്ങി തിന്നാൽ മതിയായിരുന്നു. ഈ ചപ്പാത്തി കഴിക്കാനായിട്ടാണോ ഈ കൊടൈക്കനാൽ വരെ ടൂർ വന്നേ? നീ എന്താടാ പിറുപിറുക്കുന്നേ? ഒന്നുമില്ല അച്ഛാന്ന് പറയാണ്. മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടം വന്നു, ശരിക്കും ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. ചപ്പാത്തി ഈ സമയം ബാലൻ ചോദിച്ചല്ല, ഇത്രയും പേർക്ക് ചപ്പാത്തി വേണം, ഒരു ചപ്പാത്തിക്ക് എത്രയാന്ന് ചോദിക്കണം. ചപ്പാത്തിക്ക് 30 രൂപ. 30 രൂപ ഒരു ചപ്പാത്തിക്ക്? അയ്യോ ആഹാ അത് കൊള്ളാലോ, 30 രൂപയ്ക്ക് ചപ്പാത്തി കഴിക്കാനായിട്ട്. ഒരു നിമിഷം പറഞ്ഞു, അതെ നിക്ക് എടുക്കണം വേണ്ടതെന്ന് പറയാമെന്ന് പറയണം. അതെ ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞ് വെയിറ്റർ അങ്ങോട്ട് പോയി. ഈ സമയം ബാലൻ പറഞ്ഞു, ഓഹോ ഇവന്മാർ നമ്മളെയും കൂടെ തന്നെ ഈ ഹോട്ടല് മോടി പിടിപ്പിക്കുമെന്ന് തോന്നില്ല. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? എടാ ആര്യ 30 രൂപ ഒരു ചപ്പാത്തിക്ക്. അച്ഛാ അതിനെന്താ, ഇവിടേക്ക് അങ്ങനെ കൊടൈക്കനാലേക്കല്ലേ, ഇവിടേക്ക് അങ്ങനെ ആയിരിക്കും എന്ന് പറയാം. എന്നാലും ഈ കൊള്ള വിലയ്ക്ക് വാങ്ങി ഇവിടുന്ന് ചപ്പാത്തി കഴിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുക. ഇത് കേട്ട് ഞാൻ മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടം വന്നു. ഒന്നാമത്തെ കാര്യം വിശപ്പ്, ഗോമതിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെയൊക്കെ. ബാലേട്ടൻ എന്താ പറയണേ, 30എങ്കിൽ 30 മേടിച്ച് കഴിക്കാൻ നോക്കാം, വിശക്കുന്നുണ്ടെന്ന് പറയാം. ദേ ഗോമ നീ ഒന്നും മിണ്ടായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ തന്നെ 22,500 രൂപ കൊടുത്താ മുറി എടുത്തേക്കുന്നേ 3 ദിവസത്തേന്. അത് തന്നെ ഭയങ്കര. അതിന്റെ കൂടെയാണ് 30 രൂപയുടെ ഒരു ചപ്പാത്തി. ഒരു ചപ്പാത്തിക്ക് 30 രൂപയാണെങ്കിൽ ഓർത്തേക്ക് ഒരാൾ എത്ര ചപ്പാത്തി തിന്നും? അങ്ങനെ വെക്കും. നമ്മൾ ഈ 6 പേരുടെ കണക്ക് എവിടെ പോയി നിൽക്കും? ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. വേണ്ട വേണ്ട ഇവിടുന്ന് കഴിക്കണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് നോക്കാം വാന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേക്കുവാണ്. മീനാക്ഷിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നു. ഈ സമയം ആര്യം പറഞ്ഞു, അച്ഛാ ഇവിടെ ഏത് ഹോട്ടലിൽ കയറിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരു കാര്യം ചെയ്യാം, വല്ല തട്ടുകടയോ ചെറിയ കട എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇത് വലിയ ഹോട്ടലായതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയാണ്. ഇതും പറഞ്ഞ് ബാലൻ അങ്ങോട്ട് നടക്കുമ്പോഴത്തേനും ആന് ഭയങ്കര സങ്കടവും ദേഷ്യം വന്നു. ഗോമതിക്കും വിശന്നിട്ടാണ് ഒരു രക്ഷയില്ല. ഈ സമയത്ത് ആകാശനെ വിളിച്ചുകൊണ്ട് മീനാക്ഷി അങ്ങോട്ട് മാറിപ്പോയി. എന്നിട്ട് പറഞ്ഞു, മീനാക്ഷി പറഞ്ഞു, അതെ ആകാശേ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. എന്താ? ഒന്നാമത്തെ കാര്യം വിശന്ന് കണ്ണ് കാണത്തില്ല. ആ സമയത്താണ് അച്ഛൻ്റെ ഈ പ്രവൃത്തി. എപ്പോഴെന്ത് പറഞ്ഞാലും 22,500 രൂപ ഇതുവരെയായിട്ട് ഇതുപോലെ ഞാൻ നാണം കെട്ടിട്ടില്ല. അയാളോട് പറയുന്നത് കേട്ടിട്ടില്ലേ ആ വേറ്റോട്? എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി തൊലി ഉരിഞ്ഞു പോയി. ഈ ചപ്പാത്തിക്കും ഈ പൈസയ്ക്കും ഇതുപോലെ കിടന്ന് കണക്ക് പറയുന്ന. അല്ല മീനു, അച്ഛൻ്റെ സ്വഭാവം അറിയാലോ, അച്ഛനെ പൈസ ദൂർത്തടിച്ച് കളയുന്ന ഇഷ്ടമില്ല. ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോൾ വന്നാലും അച്ഛനെ ന്യായീകരിച്ച് പറയരുത്. പൈസ ദൂർത്തടിച്ച് എന്ന കാര്യമാണ് പറയണേ. നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുകയല്ലേ ചെയ്യണ്ടേ? എന്നിട്ട് ഇവിടെ കിടന്ന് അവരോട് കിടന്ന് വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? വാശി പിടിച്ചിട്ട് നമ്മൾ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാകുള്ളൂ, അല്ലാതൊന്നും രക്ഷയില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം ആകാശം എന്ത് ചെയ്യാനാ മീനു? ഒരു കാര്യം ചെയ്യാൻ അച്ഛനോടൊന്ന് പറഞ്ഞു വെക്കാം. ഒരു കാര്യം ചെയ്യാം ആകാശേ, എന്നെ ഈ രാത്രിയാണെങ്കിലും ബസ് കയറ്റി വിട്ടാരെ, ഞാൻ പൊക്കോളാം. എനിക്ക് വയ്യ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവാനായിട്ട്. ഒരു ചപ്പാത്തി, അതോ ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ചപ്പാത്തി മതിയെന്നു. അത് ആ ചപ്പാത്തി കിട്ടുന്ന പ്രതീക്ഷയുടെ ഇരുന്നപ്പോൾ ചപ്പാത്തി ഇല്ല. എനിക്ക് ദേഷ്യം വരുന്നത്, ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയൂ കേട്ടോ എന്ന് പറയണം. ആഘോഷിച്ച് മീനു എന്നെ ഓർത്ത് നീ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞ് മീനിനെ അന്വേഷിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം ഗോമതിക്ക് അനുസരിക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ബാലനോട് പറഞ്ഞു, ബാലേട്ടാ
നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ നോക്കാന്ന് പറയാം. ബാലൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വിലയൊക്കെ അറിഞ്ഞിട്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി വെച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകണ്ടെന്ന് പറയാം. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് ബാക്കിയുള്ളവർ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. ബാലൻ്റെ പിശുക്കത്തരം കാരണം ഇനിയിപ്പോൾ മീനാക്ഷി മിക്കവാറും കടുങ്കൈ ചെയ്യാൻ വഴിയുണ്ട്. കാരണം അറ്റ കൈക്ക് എന്തെങ്കിലും പറയും പ്രവർത്തിക്കുകയോ ചെയ്യും. കാരണം ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഇഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ വന്നു ആരാളും പ്രതികരിച്ചു പോകും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.